السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഖുർആനിലെ അവസാനത്തെ ജുസ്ഇൻ്റെ തഫ്സീറാണ് നാം പഠിച്ചു വരുന്നത്. സൂറത്തുൽ നബ മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദ് വരെ നമ്മൾ അർത്ഥസഹിതം വിശദീകരണ സഹിതം മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് സൂറത്തു ഷംസിൻ്റെ വിശദീകരണമാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. വിശദീകരണത്തിന് മുമ്പ് അത് പാരായണം ചെയ്യാവുന്നതാണ്. قد أفلح من زكاها وقد خاب من دساها അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ ഏതാനും ചില പടപ്പുകളെ സത്യം ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സമർത്ഥിക്കുകയാണ്. അല്ലാഹു തആല ആരാണ് ദുനിയാവിൽ വിജയിച്ച ആളുകൾ ഉണ്ടാവുക, ആരാണ് ഈ ദുനിയാവിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യം അള്ളാഹുവിൻ്റെ ഒരുപാട് മഖ്ലൂഖാത്തുകളെ തൊട്ട് സത്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഇതിനകം തന്നെ അവസാനത്തെ ഈ ജുസ്ഇൽ നമ്മൾ പല സൂറത്തും ആരംഭിക്കുന്നത് ഇതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് മഖ്ലൂക്കുകളെ സത്യം ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെയൊക്കെ എണ്ണം നോക്കിയാൽ ഒന്നുകിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 4 കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ സൂറത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 10ഓളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 11ഓളം കാര്യങ്ങൾ അല്ലാഹു തആല ഇതിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ മഖ്ലൂക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞത് ഈ സൂറത്തു ഷംസിലാണ്. അപ്പോൾ സത്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു പൊതു തത്വം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഈ വിഷയം വരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ മനുഷ്യന്മാരാണെങ്കിലും ശരി, നമ്മൾ സത്യം ചെയ്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ശേഷം പറയുന്ന കാര്യം നമ്മളെ വിശ്വസിക്കണം, അത് ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിൽ മുഴുവനും ഗൗരവമുള്ള, അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യ മനസ്സ് ആവർത്തിച്ച് ചിന്തിക്കേണ്ട, അവർ പലപ്പോഴും അശ്രദ്ധരായി തീരുന്ന കാര്യങ്ങളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ സത്യം ചെയ്ത് പറയും. അതുകൊണ്ട് ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്ന സൂറത്തുകൾ അല്ലെങ്കിൽ ആയത്തുകൾ പറയുമ്പോൾ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അവിടെ പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ഒരു തദബ്ബുർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനായിരിക്കണം അല്ലാഹു തആല ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നത്? അല്ലാഹു തആലയുടെ വാക്കുകളെല്ലാം സത്യമാണ്. അല്ലാഹുവിനെ അവിശ്വസിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്നിട്ടും മുഅ്മിനീങ്ങളായ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് ചില കാര്യം പറയുന്നുണ്ടെങ്കിൽ ശേഷമുള്ളത് അതീവ ഗൗരവമുള്ളതും നമ്മൾ നന്നായി ആവർത്തിച്ച് ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങളായിരിക്കും. ഈ സൂറത്തിൽ ഏറ്റവും കൂടുതൽ മഖ്ലൂക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൂറത്തിൽ ഈ പ്രതിപാദ്യ വിഷയം അഥവാ സത്യം ചെയ്ത് പറയുന്ന കാര്യം മുഖ്സമു അലൈഹി എന്ന് പറയും. എന്താണോ നമ്മൾ സത്യം ചെയ്ത് പറയുന്നത് ആ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന ഈ 2 കാര്യമാണ്. ആരാണോ മനസ്സിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ മനസ്സിനെ അതിനെ തസ്കിയത്ത് കൊണ്ട് പരിശുദ്ധപ്പെടുത്തി, എല്ലാ കളങ്കങ്ങളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തി അതിനെ നന്നാക്കുന്നത്, അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ആരാണോ അതിനെ മലീമസമാക്കുന്നത്, ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നിറച്ച് അതിനെ മോശമാക്കി കളയുന്നത്, അതിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്നും തെറ്റിച്ച് കളയുന്നത്, അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ആ നഫ്സിനെ നന്നാക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ ആകാശഭൂമിയേക്കാൾ വിശാലമുള്ള സ്വർഗം അല്ലാഹു തആല ഒരുക്കി നൽകുന്നത്. ആ നഫ്സിനെ മോശമാക്കുന്നവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ മനസ്സ് നന്നാക്കുക എന്നുള്ളത്. തസ്കിയത്തുൻ നഫ്സ്, മനസ്സിനെ, കൽബിനെ നന്നാക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യുകയാണ്. ഇനി ആ സത്യം ചെയ്യുന്ന വിഷയത്തിലെ തത്വങ്ങളിൽ മറ്റൊന്നായി നമ്മൾ പറഞ്ഞ കാര്യമാണ് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന മഖ്ലൂക്കാത്തുകളും വളരെ ഗൗരവമുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ചിലത്
അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാത്തുകൾ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ചില കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമായിരിക്കും, അല്ലേ? വല അസ്ർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സൂറത്ത് തന്നെയാണ് തഫ്സീർ. വല അസ്ർ, കാലം തന്നെയാണ് സത്യം. കാലം എന്ന് പറയുന്നത് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു വലിയ കാലഘട്ടമാണ് അസ്ർ എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അള്ളാഹു താലയുടെ നമുക്ക് കാണാൻ സാധിക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നമ്മുടെ ചെവി കൊണ്ടോ ഒക്കെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, അഥവാ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തരമായ പടപ്പായിരിക്കും. അഥവാ ഈ പറയപ്പെടുന്ന മഖ്ലൂക്കാത്തുകളെ കുറിച്ചും ഒരാൾ ഇരുന്ന് ചിന്തിക്കാൻ ആരംഭിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് അവൻ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവനൊരു അവിശ്വാസിയാണെങ്കിലും ശരി, അവൻ അള്ളാഹു താലയെ അവൻ്റെ ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ യഥാവിധി ചിന്തിക്കണം. അവൻ്റെ ചിന്തകൾക്ക് തടസ്സമായി പലതുമുണ്ട്. ചിന്തകൾക്ക് തടസ്സമായി പലതും മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് പല വിശ്വാസികൾക്കും ഈ ഖുർആൻ കണ്ടിട്ടും ഇസ്ലാമിലേക്ക് വരാൻ സാധിക്കാത്തത്. യഥാർത്ഥ രൂപത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഇതിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാം പുൽകാൻ സാധിക്കും. ഇസ്ലാം ആശ്ലേഷിക്കാൻ അവർക്ക് എളുപ്പം സാധിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു താല അത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് രാപ്പകലുകൾ മാറി മറയുന്നതിനെക്കുറിച്ചും ആകാശഭൂമികളെക്കുറിച്ചും സൂര്യചന്ദ്രാദികളെക്കുറിച്ചും ഒക്കെ അള്ളാഹു താല ആവർത്തിച്ച് പറഞ്ഞത് അത് ചിന്തിച്ച് റബ്ബിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ അത് കൽബിനെ മോശമാക്കിയ, കൽബിനെ മലീമസമാക്കിയ ആളുകൾക്കൊരു പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഹക്കിനെ മനസ്സിലാക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. തൗഫീക്ക് നൽകേണ്ടവൻ അള്ളാഹുവാണ്, ഹിദായത്ത് നൽകേണ്ടവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ സൂറത്തിൽ സഹോദരങ്ങളെ അള്ളാഹു താല ആരംഭിക്കുന്നത് വശംസി വദുഹാഹ. രണ്ട് കാര്യങ്ങൾ അള്ളാഹു താല ഈ ഒന്നാമത്തെ ആയത്തിൽ തന്നെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന് വശംസ്, നമുക്കറിയുന്ന പദമാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യന്. ഈ ഒരു ആയത്തിൽ ഈ വാചകമുള്ളത് കൊണ്ടാണ് സൂറത്തു ഷംസ് എന്ന് ഈ മക്കിയായ സൂറത്തിന് പേര് വെച്ചിട്ടുള്ളത്. സൂറത്തു ഷംസ് എന്നാണ്, സൂര്യൻ എന്ന അർത്ഥം വരുന്ന തലക്കെട്ടാണ് ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത്. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. വദുഹാഹ, അതേപോലെ തന്നെ സൂര്യൻ്റെ പ്രഭയും തന്നെയാണ് സത്യം എന്നാണ് ഈ പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ സൂര്യനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ മഖ്ലൂക്കാത്തുകളെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമായിരിക്കും. സൂര്യനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയ അത്ഭുതം നിറഞ്ഞൊരു പ്രതിഭാസമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ നിലക്കും സൂര്യനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു താല ഈ ദുനിയാവിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇവിടെ ജീവൻ നിലനിൽക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യൻ ഈ നിലക്ക് സൃഷ്ടിച്ചത് കൊണ്ടാണ്. സൂര്യനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ആളുകളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. സൂര്യൻ്റെ ഇന്നുള്ള ഈ നിൽപ്പ് അത് കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. എന്നാൽ അതിൽ നിന്നും അതല്പം താഴേക്ക് ഇറങ്ങി വന്നാൽ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കത്തിച്ചാമ്പലായി പോകും. ആ സൂര്യതാപം കാരണത്താൽ ഒരാൾക്കും ജീവിക്കാൻ അവിടെ സാധിക്കുകയില്ല. അത് ചില വേനൽക്കാലത്ത് തന്നെ നമ്മൾ അറിയുന്ന കാര്യമാണ്. സൂര്യൻ്റെ ചൂടൊരല്പം അല്ല നേരത്തെ ലഭിക്കുന്നതിൽ നിന്ന് ഒരുപാടൊന്നും കൂടുന്നില്ല. ഒരല്പം അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴേക്കും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത്, സൂര്യാഘാതം കൊണ്ട് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരല്പം ചൂട് കൂടുമ്പോൾ അതല്പം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂലോകത്തൊരു സൃഷ്ടിചരാചരങ്ങളും ബാക്കി നിൽക്കുകയില്ല, എല്ലാം കത്തിച്ചാമ്പലായി പോകും. ഇനി പറയപ്പെടുന്നത് അത് ഒരല്പം മുകളിലോട്ട് ഉയർത്തി മാറ്റിയിരുന്നെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മഞ്ഞുപോലെ എല്ലാം എന്തായിട്ടുണ്ടാകും, ഐസായി മാറിയിട്ടുണ്ടാകും. ഒന്നുകൂടെ ബാക്കി ഉണ്ടാവുകയില്ല. കാരണം ആവശ്യത്തിനുള്ള ചൂടില്ലെങ്കിൽ മനുഷ്യരായ നമുക്ക് പോലും ഇവിടെ നിലനിൽപ്പില്ല. ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള താപനില താഴ്ന്നു പോയാൽ നമ്മുടെ രക്തയോട്ടം നിൽക്കും, നമുക്ക് ശ്വാസം കഴിക്കാൻ സാധിക്കില്ല, നമ്മൾ മരിച്ചു പോകും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾ ആ തണുപ്പ് കാരണത്താൽ, അതിശൈത്യം കാരണത്താൽ മരിച്ചു വീഴുന്നുണ്ട്. അല്ലാഹു തആല ഈ സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് അത്രയും കൃത്യമായ രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങൾ, ആ സൂര്യൻ്റെ സഞ്ചാരപാത ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര കൃത്യതയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സഞ്ചാരപാതയിലൂടെ സഞ്ചരിപ്പിക്കുന്നത്. അത് യാതൊരു നിലക്കുള്ള അതിനൊരു വൈകലോ അതല്ലെങ്കിൽ നേരത്തെ ആവലോ ഒന്നും തന്നെ അതിന് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കലണ്ടറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കൃത്യമായി എത്ര വർഷത്തിനപ്പുറത്തേക്കുള്ള സൂര്യോദയത്തെക്കുറിച്ചും അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെ? നമുക്ക് അതുകൊണ്ടാണ് നിസ്കാര സമയമൊക്കെ എത്ര അപ്പുറത്തുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഈ നാട്ടിൽ ഇവിടെ 2100 വരെ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ 2100 ഈ മസ്ജിദിലെ മഗ്രിബ് ഇത്ര മണിക്കായിരിക്കും. വളരെ കൃത്യമായി പറയാൻ പറ്റും. കാരണം എന്താ? സൂര്യാസ്തമയത്തോടുകൂടെ മഗ്രിബ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റും, നിഷ്പ്രയാസം പറയാൻ പറ്റും. അതിന് എന്തെങ്കിലുമൊക്കെ
പ്രയാസങ്ങൾ കാരണത്താൽ സൂര്യൻ അസ്തമിക്കുന്നത് മാറിപ്പോകുന്നില്ല. കാരണം അതിന് കൃത്യതയുണ്ട്. അത് ഈ മാസത്തിൽ വർഷത്തിലുള്ള 12 മാസത്തിൽ ഓരോ മാസത്തിൽ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക, എപ്പോഴാണ് സൂര്യൻ ഇത്ര മണിക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായി പോയിന്റ് ചെയ്ത് പറയാൻ പറ്റും. ഇവിടെ സൂര്യൻ ഉണ്ടാകും, ഈ സമയത്ത് ഇത്ര മിനിറ്റിൽ സൂര്യൻ ഇവിടെ തലക്ക് മുകളിലാണ് ഉണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കിബില നിർണ്ണയിക്കാൻ വേണ്ടി കലണ്ടറുകളിൽ ഉണ്ടാകും. ഇന്ന ദിവസത്തിൽ കിബില നിങ്ങൾക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റും. സൂര്യ തലക്ക് നേരെ മുകളിൽ വരുന്ന സമയമാണ് എന്നൊക്കെ നിങ്ങൾ കലണ്ടർ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത്? കാരണം സൂര്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കൃത്യതയാർന്ന സഞ്ചാരപാത കൊണ്ടാണ്. വലിയ അത്ഭുതം എന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി സൂര്യനിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ സ്രോതസ്സുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്ന കാര്യം, ഇതിലൂടെയാണ് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ താപം കൊണ്ടുണ്ടാക്കുന്ന എനർജി എത്രയാണ്? നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും ഈ സോളാർ യുഗം വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന ആ കാര്യങ്ങൾ സൂര്യൻ്റെ താപം കൊണ്ട് ആളുകൾ നിഷ്പ്രയാസം അവർക്കത് ആസ്വദിക്കാൻ സാധിക്കുകയാണ്. ആരാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അതേപോലെയുള്ള ഇവിടെയുള്ള ജീവികളാകട്ടെ, ഇലകളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഇതിനെല്ലാം ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് അത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ചില വിഡ്ഢികളായ ആളുകൾ സൂര്യൻ്റെ എത്രയും വളരെ വലിയ പ്രതിഭാസം മനസ്സിലാക്കിയിട്ട് സൂര്യൻ തന്നെയാണ് ആരാധ്യൻ എന്ന് പറഞ്ഞു കളഞ്ഞത്. അല്ലെ, സൂര്യ നമസ്കാരം നടത്തുന്ന ആളുകൾ അവർ സൂര്യനെ ദൈവമായി കാണുന്നവരാണ്. സൂര്യനാണ് ദൈവം. കാരണം ചിന്തിച്ചു നോക്കുമ്പോൾ അത്രയും വലിയ അനുഗ്രഹങ്ങളും അത്രയും വലിയ ഉപകാരങ്ങളുമാണ് ഈ സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അവരതിനെ തന്നെ പിടിച്ച് അവർ എന്ത് ചെയ്തു? ദൈവമാക്കി മാറ്റി. ഏറ്റവും വലിയ വിഡ്ഢികൾ. ഇതിനെ പടച്ചതാരാണ് എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. മറിച്ച് പിശാച് അവർക്ക് എന്ത് തോന്നിപ്പിച്ചു? ഇതിനെ തന്നെ ആരാധിച്ചു കളയാം. അങ്ങനെ സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായി. കാരണം സൂര്യൻ അത്ര വലിയ ഉപകാരങ്ങളുള്ള ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങൾ, ആ നിലക്ക് ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും സൂര്യൻ എന്ന് പറയുന്നത് വലിയ അത്ഭുതം നിറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടിയാണ്, ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, വശംസി, സൂര്യൻ തന്നെയാണ് സത്യം, വദുഹാഹ, അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ദുഹാഹ എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീർ എന്താണ്? ഒരുപാട് മുഫസ്സിറുകൾ പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ദുഹാഹ എന്ന് പറഞ്ഞാൽ നൂറുഹ അന്നാഫിഉ ലിൽ ഇബാദ്, അടിമകൾക്ക് ഉപകരിക്കുന്നതായ അതിൻ്റെ പ്രകാശമാണ് എന്നാണ് അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ പ്രകാശം ഉണ്ടാകുന്ന സമയത്താണ് മനുഷ്യർ പണിക്ക് വന്നത്, അല്ലേ? മനുഷ്യർക്ക് പണിയെടുക്കാൻ പറ്റുന്ന എപ്പോഴാണ്? മുഴുവൻ ഇരുട്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പല പണികളും ഇവിടെ ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. അപ്പം ആ സൂര്യൻ്റെ പ്രകാശം, അതിൻ്റെ ദുഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ വെളിച്ചമാണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു വദുഹാഹ എന്ന് പറഞ്ഞാൽ ഐ വഹറുഹ അല്ലദി യൻഫഉൽ ബിലാദ് വൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകളും ഈ രാജ്യം മുഴുവനും ഉപകരിക്കുന്നതായ അതിൻ്റെ ചൂടാണ് എന്നാണ് പറഞ്ഞത്. ആ ചൂടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സൂര്യൻ്റെ ചൂട് ഇല്ലെങ്കിൽ ഇവിടെ പല കൃഷികളും നടക്കുകയില്ല. പല രൂപത്തിൽ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുകയില്ല. സൂര്യൻ്റെ ചൂട് വളരെ അത്യാവശ്യമാണ്. ആ ചൂടില്ലെങ്കിൽ നമുക്ക് പല നേട്ടങ്ങളും ലഭിക്കുകയില്ല എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു ദുഹാഹ എന്ന് പറഞ്ഞാൽ അൽ മഖ്ലൂഖാത്ത് അല്ലത്തി തദ്ഹറു വതദ്ഹ ഇൻദ ഇശ്റാഖിഹ, സൂര്യൻ ഉയർന്നു പോകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളുണ്ട്, അല്ലെ? അത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അത് കൂടണയുന്നതാണ്. ഒരുപാട് പറവകൾ, ചെറുതും വലുതുമായ പറവകൾ, അതുപോലെ തന്നെ കാടുകളിലൊക്കെ വസിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ, ഇതൊക്കെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അവരെന്ത് ചെയ്യും? അവരുടെ ആ മാളങ്ങളിലേക്ക് ഒളിച്ചു കളയും, അവരുടെ ഗുഹകളിലേക്ക് അത് കടന്നു കളയും. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഇത് പുറത്തേക്ക് വരുന്നതാണ്. ഈ നിലക്കൊക്കെ ദുഹാഹ എന്ന് പറഞ്ഞതിന് എല്ലാ അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സമന്വയിപ്പിക്കാൻ പറ്റുന്ന, ഒരുമിപ്പിക്കാൻ പറ്റുന്ന അർത്ഥം തന്നെയാണ്. അഥവാ ദുഹാഹ എന്ന് പറഞ്ഞാൽ ഹുവ നൂറുഹ, സൂര്യൻ്റെ പ്രകാശമാണ്, വഹുവ ഹറുഹ, അതിൻ്റെ ചൂടാണ്, വഹുവൽ മഖ്ലൂഖാത്ത് അല്ലതി തദ്ഹറു ഇൻദ ഇശ്റാഖിഹ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുണ്ടാകുന്ന ആ പടപ്പുകളാണ്. ഇതെല്ലാം അതിലുൾപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതാണ് വശംസി വദുഹാഹ, സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം എന്ന് പറയുന്നതിനുള്ള തഫ്സീർ. ശേഷം അല്ലാഹു തആല പറയുന്നത്, സത്യം ചെയ്യുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. വൽ ഖമർ ഇദാ തലാഹ, വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്നു വരുമ്പോൾ എന്നാണ് പറയുന്നത്. ചന്ദ്രനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഒരുപാട് ചിന്തിക്കാനുള്ള വകുപ്പ് അതിലുണ്ട്. ആ ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഈ ചന്ദ്രനെ കൊണ്ടാണ് ആളുകൾക്ക്
രാപ്പകൽ ദിവസങ്ങളെ കണക്കാക്കാൻ പറ്റുന്നത് ഈ ചന്ദ്രന്റെ മാറിമറയലുകൾ കൊണ്ടാണ്. അല്ലെ, ചന്ദ്രൻ എത്ര നമ്മൾ മാസങ്ങൾ കണക്കാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മനാഫിഅകൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആളുകൾക്ക് മാസങ്ങൾ കണക്കാക്കാനും വർഷങ്ങൾ കണക്കാക്കാനും അല്ലെ ഹജ്ജ് കണക്കാക്കാനും എല്ലാം നമ്മൾ ചന്ദ്രനെയാണ് ആസ്പദമാക്കുന്നത്. ആ നിലക്ക് ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇനിയും ഒരുപാടാണ്. ശാസ്ത്രം കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ നേട്ടങ്ങളൊക്കെ ഒരുപാട് ആ ചന്ദ്രനിലുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു തആല ചന്ദ്രനെയും സത്യം ചെയ്യുന്നു. വൽ ഖമരി ഇദാ തലാഹ. ഇദാ തലാഹ എന്നാണ് പറയുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം അതിന് തഫ്സീർ കൊടുക്കുന്നത് കാണാം. ഐ തബിഅഹ ഫിൽ മനാസിലി വന്നൂർ. അഥവാ ഇവിടെ ചന്ദ്രൻ അതിനെ തുടർന്നു വരുമ്പോൾ എന്ന് വരുമ്പോൾ ഏതിനെയാണ്? സൂര്യനെ തുടർന്നു വരുമ്പോൾ എന്നാണ് പറയുന്നത്. ചന്ദ്രൻ അതിനെ തുടർന്നു വരുമ്പോൾ ഇദാ തലാഹ, ആ ഹ എന്ന് പറയുന്ന ആ സർവനാമം ദമീർ അത് മടങ്ങുന്നത് ഷംസിലേക്കാണ്. ഷംസ് മുഅന്നസ് ആയിട്ടാണ്, സ്ത്രീലിംഗ പദമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അഥവാ വൽ ഖമരി ഇദാ തല ഷംസ്, ചന്ദ്രനെ തന്നെയാണ് സത്യം, അത് സൂര്യനെ തുടർന്നു വരുമ്പോൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ ചന്ദ്രൻ സൂര്യനെ തുടർന്നു വരുന്നുണ്ട്. തബിഅഹ ഫിൽ മനാസിലി വന്നൂർ, ആ സഞ്ചാരപാത അത് തുടർന്നു വരികയാണ്. സൂര്യൻ അവസാനിക്കുമ്പോൾ അല്ലെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോൾ അവിടുന്ന് അസ്തമിക്കുമ്പോൾ അവിടുന്ന് ചന്ദ്രൻ ഉദിക്കുകയാണ്. അത് സൂര്യന്റെ അവസാനത്തോടു കൂടിയാണ് പിന്നീട് ചന്ദ്രൻ സഞ്ചരിച്ചു തുടങ്ങുന്നത്. അത് സൂര്യന്റെ സഞ്ചാരപാതയെ തുടർന്നു വരുന്നുണ്ട്. അതേപോലെ വെളിച്ചത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സൂര്യൻ അതിന്റെ വെളിച്ചം അവസാനിപ്പിച്ച് അസ്തമിച്ചു പോകുമ്പോൾ പിന്നീട് ആകാശത്ത് മനുഷ്യർക്ക് വെളിച്ചമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്തിനെയാണ്? ചന്ദ്രനെയാണ് എന്നാണ്. അല്ലാഹു തആല ഖുർആനിൽ സൂര്യനെ സിറാജ് എന്നും അതേപോലെ തന്നെ ചന്ദ്രനെ ദിയാ എന്നും അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. സിറാജ് എന്ന് പറഞ്ഞാൽ ഹുവൽ മുദീഉ ബിനഫ്സി, സ്വന്തമായി കത്തുന്നതാണ്. സൂര്യൻ അങ്ങനെയാണ്. എന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് അത് ദിയാ ആണ്. ഹുവൽ ദൗഉ മിനൽ ഗൈർ, മറ്റൊന്നിൽ നിന്നുള്ള വെളിച്ചാണ്. അതായത് ഈ ചന്ദ്രൻ ലഭിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത് അത് സൂര്യന്റെ വെളിച്ചാണെന്നാണ്. സൂര്യന്റെ വെളിച്ചമാണ് ചന്ദ്രനിലൂടെ നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ചന്ദ്രന് സ്വന്തമായി കത്താൻ സാധിക്കുകയില്ല, അത് സൂര്യന്റെ വെളിച്ചാണ്. പക്ഷെ എന്ത് അത്ഭുതമാണ്, സൂര്യൻ അസ്തമിച്ച് പിന്നീട് സൂര്യന്റെ വെളിച്ചം നമ്മൾ കാണാനില്ല, സൂര്യനെ കുറിച്ച് ഒന്നും നമ്മൾ കാണുന്നില്ല. പിന്നീട് കാണുന്നത് ചന്ദ്രനാണ്. അതിന് കിട്ടുന്ന വെളിച്ചമാകട്ടെ സൂര്യനിൽ നിന്നുള്ളത്. ഇതെല്ലാം അത് വലിയ അത്ഭുതം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതത്തെക്കുറിച്ച് അറിയിച്ചു തരുന്ന കാര്യമാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് അവർ പല ശാസ്ത്രീയമായ വശങ്ങളും മറ്റുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ശാസ്ത്രത്തെ അവലംബിക്കുന്നത് മാത്രമേ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം ശാസ്ത്ര കാര്യങ്ങളൊന്നും അറിയാത്ത സാധാരണക്കാരായ വളരെ നാടന്മാരായ ആളുകൾക്ക് ഇതൊക്കെ വലിയ അത്ഭുതമായി തന്നെ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ്. പലപ്പോഴും ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ അതിലൊക്കെ മികവ് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? പിന്നീട് അതിനെ അവലംബിക്കാൻ. അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? അല്ല, ഇതൊരു പഠിച്ച് ശാസ്ത്രത്തിൽ ഇതിന്റെ കാര്യങ്ങൾ കണ്ടെത്തും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ ഫിസിക്സും അതിന്റെ കെമിസ്ട്രി ഒക്കെ കണ്ടെത്തും. പക്ഷേ ഇതൊക്കെ ആരാണ് ഇത് ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നവർക്ക് ചിന്തിക്കാനോ സാധിക്കുന്നില്ല. അവരതിൻ്റെ ഉത്തരം പറയുകയില്ല. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു, ശരി, ഇത് ഇങ്ങനെ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ മേഘം അതിന്റെ മഞ്ഞുരുകുന്നത് കൊണ്ടാണ്, അത് ഉരുകിക്കൊണ്ടാണ് മഴ പെയ്യുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ ചെയ്യുന്നത്? ഇവർ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഇവിടെയുള്ള വെള്ളമൊക്കെ അത് നീരാവിയായി ആകാശത്തേക്ക് പോയി അതിങ്ങനെ മേഘങ്ങളായി മാറി. അത് മേഘങ്ങളാകട്ടെ വെള്ളക്കെട്ടുകളാണ്. അത് ഇങ്ങനെ തണുത്തുറക്കുമ്പോൾ പിന്നീട് മഴയായി പെയ്യും. അത് ഇന്നെന്ന സമയത്താണ്. ആരാണ് ഇത് ചെയ്യിക്കുന്നത്? കൃത്യസമയത്ത് മനുഷ്യന് വേണ്ട രൂപത്തിൽ, മനുഷ്യന് ലഭിക്കുന്ന രൂപത്തിൽ ഈ തുള്ളി തുള്ളിയായി മഴകളെ ആരാണ് സംവിധാനിച്ചത്? അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ചന്ദ്രന്റെയും സൂര്യന്റെ ഒക്കെ കാര്യം. അവരതിൻ്റെ എല്ലാ രൂപത്തിൽ ചന്ദ്രനിൽ വരെ പോയിട്ട് ചിലപ്പോൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കും, പോയത് ശരിയാണെങ്കിൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ സംവിധാനിച്ചത് ആരാണ് എന്നുള്ളത് അവർ പലപ്പോഴും അതെന്ത് ചെയ്യുന്നില്ല, അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാണ്. വേറെ ചില ഉലമാക്കൾ വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനും അതിനെ തുടർന്നു വരുമ്പോൾ എന്നതിനെക്കുറിച്ച് തഫ്സീർ പറഞ്ഞിരിക്കുന്നത് അത് വൽ ഖമറു ഇദാ സാറ ബദ്റൻ ഫഅശ്ബഹഹ എന്നാണ്. ചന്ദ്രൻ അത് ബദറായി മാറിയാൽ, പൂർണ്ണ ചന്ദ്രനെയാണ് എന്ന് പറയുന്നത് ബദർ എന്ന് പറയുക. ഖമർ എന്ന് പറഞ്ഞാൽ സാധാരണ ചന്ദ്രനാണ്, അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിലൊക്കെ. ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രനാണ്. അഥവാ സൂര്യനെ പോലെ ആയി തീരും. എപ്പോൾ വൽ ഖമരി ഇദാ തലാഹ, അത് സൂര്യനെ പോലെ അത് ബദറായി മാറി പൂർണ്ണ ചന്ദ്രനായി മാറിയാൽ പിന്നീട് സൂര്യനോട് സാമ്യതയാണ് അതിനുള്ളത്. ആദ്യമുള്ള ചെറിയ ആ അമ്പിളിക്കല അത് പിന്നീട് എന്തായി മാറുകയാണ്? ചന്ദ്രക്കല അത് വലുതായി വലിയ ചന്ദ്രനായി മാറുകയാണ്. അത് സൂര്യനോട് സാദൃശ്യമുള്ള രൂപത്തിലായി തീരും. അതാണ് വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ തന്നെയാണ് സത്യം അതിനെ തുടർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞത്, സൂര്യനെ പോലെ ആയി വരുമ്പോൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വെളിച്ചത്തിന്റെ കാര്യത്തിൽ സൂര്യനെ പോലെ ആയി തീരുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
മൂന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു വന്നഹാരി ഇദാ ജല്ലാഹ. വന്നഹാർ, നഹാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന വാക്കാണ്, പകൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ തൊട്ട് സത്യം ചെയ്യുകയാണ്. ഇദാ ജല്ലാഹ, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്നാണ് പറയുന്നത്. അത് അഥവാ ഈ നഹാർ എന്ന് പറയുന്നത് പകൽ എന്ന് പറയുന്നത് ജല്ലാഹ അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അതിന് ഹ എന്ന് പറയുന്നത് അതെവിടേക്കാണ് മടങ്ങുന്നത് എന്നുള്ളതിൽ മുഫസ്സിറുകൾക്ക് രണ്ടഭിപ്രായം കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ്. അപ്പോൾ പകൽ എന്ന് പറയുന്നത് അത് എന്തിനെ, ഭൂമിയെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയെ എന്ത് ചെയ്യാണ്, അതിനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. പകല് ഭൂമിയെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. പകല് വരുന്ന സമയത്താണ് ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും വെളിവാക്കുന്നത്. ഭൂമിയെ വെളിവാകുകയാണ്. ഭൂമിയിലേക്ക് ഒരു വെളിച്ചിട്ടതുപോലെയാണ് ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. അതെപ്പോഴാണ്? അത് പകലിലാണ്. അതുകൊണ്ട് വൻ നഹാരി, പകല് തന്നെയാണ് സത്യം. ഇതാ ജല്ലാഹ എന്ന് പറഞ്ഞാൽ യഅനി അൽഹറഹ വകശഫഹ എന്നാണ്. അഥവാ ഭൂമിയെ അതിനെ വെളിവാക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത് അത് ഷംസിലേക്കാണ് മടങ്ങുന്നത് എന്നാണ്. അഥവാ വന്നഹാരി, പകല് തന്നെയാണ് സത്യം. ഇതാ ജല്ലാഹ, അത് അതിനെ വെളിവാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ പകല് സൂര്യനെ വെളിവാക്കുന്നു എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇഷ്കാൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പകല് സൂര്യനെ വെളിവാക്കുന്നത്? അല്ല, നമ്മൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. സൂര്യൻ ഉണ്ടാകുമ്പോഴാണല്ലോ പകലുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പകല് സൂര്യനെ വെളിവാക്കുന്നത് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്കാൽ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മുൻഗാമികൾ വളരെ കൃത്യമായി അതിൻ്റെ തഫ്സീർ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അഥവാ പകല് വരുമ്പോഴാണ് സൂര്യന് നമ്മൾ കാണുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു ചിന്തിക്കും, സൂര്യൻ ഉദിക്കുമ്പോഴല്ലേ പകലുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ ശാസ്ത്രീയ ലോകത്ത് പോലും വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഥവാ സൂര്യൻ എന്ന് പറയുന്നത് അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ഭൂമി ലോകത്ത് മാത്രമേ അതിൻ്റെ പകൽ എന്ന് പറയുന്ന സംവിധാനമുള്ളൂ. ആകാശത്തിലേക്ക് കൂടുതൽ കയറി പോകുന്ന സമയത്ത് അവിടെ ഒന്നും വെളിച്ചമില്ല. എന്നാൽ ഈ ഭൂമി ലോകത്ത് മാത്രമാണ് വെളിച്ചമുള്ളത്. അഥവാ സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ചിട്ടും എല്ലായിടത്തും പ്രകാശം എത്തുന്നില്ല. മറിച്ച് ഈ ഭൂമിയുടെ മുകളിൽ മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള പ്രകാശമുള്ളൂ എന്നുള്ളതാണ്. അഥവാ ഭൂമിയിൽ എന്തോ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. അവിടേക്ക് സൂര്യരശ്മികൾ എത്തുമ്പോഴാണ് ഭൂമിയിൽ പകലായി തീരുന്നത് എന്നാണ്. അത് പകൽ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലാഹു തആലന്റെ വേറൊരു പടപ്പ് തന്നെയാണ്. നഹാർ എന്ന് പറയുന്ന അല്ലാഹു തആലയുടെ വേറൊരു പടപ്പാണ്. ഷംസ് എന്ന് പറയുന്ന അല്ലാഹു തആലയുടെ, സൂര്യൻ എന്ന് പറയുന്നത് വേറൊരു പടപ്പാണ്. ഈ നഹാറിൽ സൂര്യന്റെ രശ്മികൾ വരുമ്പോഴാണ് ഇവിടെ പകലായി തീരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വൻ നഹാരി ഇദാ ജല്ലാഹ, പകല് തന്നെയാണ് സത്യം, ആ പകല് സൂര്യനെ വെളിവാക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ തഫ്സീറായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രബലമായ തഫ്സീർ അത് ഷംസ് തന്നെയാണ്. അവിടെ പറഞ്ഞ ഹ, അതിനെ വെളിവാക്കുമ്പോൾ എന്ന് പറയുന്നത്, പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്ന് പറയുന്നത് അത് സൂര്യനെ എന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതും തെറ്റായൊരു വ്യാഖ്യാനമല്ല. അഥവാ ഭൂമിയെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്ന് പറയുന്നതും തെറ്റായ വ്യാഖ്യാനമല്ല. കാരണം എന്ത് ചെയ്യാണ്, പകൽ വരുമ്പോഴാണ് ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ വെളിവാക്കുന്നത്. ഭൂമിയിൽ മറഞ്ഞുപോയ രാത്രി ഇരുട്ടായി പോയപ്പോൾ കാണാതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് വെളിവായി തീരുന്നത് അത് പകൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് വൻ നഹാരി ഇദാ ജല്ലാഹ എന്ന് പറഞ്ഞത്. രണ്ട് തഫ്സീറുകളും ശരിയാകുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. പിന്നീട് പറയുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാഹ, അത് അതിനെ മൂടുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് മൂടുന്നത്? അത് ഭൂമിയെ തന്നെയാണ്. രാത്രി ഭൂമിയെ മൂടുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നു യഗ്ഷ വജ്ഹൽ അർളി ഫയകൂനു മാ അലൈഹാ മുദ്ലിമ, ഭൂമിയെ എന്ത് ചെയ്യാണ്, ഒരു മൂടിയിടുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തഫ്സീർ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ആകാശത്തേക്ക് ഫ്ലൈറ്റ് യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കിത് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അഥവാ ഭൂമി മുഴുവനും ഇരുട്ടായിത്തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്ത് താഴെയുള്ള ഇരുട്ട് വളരെ വ്യക്തമായി മാറുന്ന ആ സമയത്താണ് യാത്രയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അഥവാ ഭൂമിയെ അദ്ദേഹം പറയുന്നത് വലിയൊരു അപായ കൊണ്ട്, വലിയൊരു പർദ്ദ കൊണ്ട് ഭൂമിയെ മുഴുവൻ മൂടിയാൽ ഭൂമിയിൽ എങ്ങനെയാണ് ഇരുട്ടുണ്ടാവുക അതേപോലെ സംഭവിക്കുമെന്നാണ്. ഈ യഗ്ഷാഹ എന്ന് പറയുന്ന പദം അങ്ങനെയാണ്, അതിനെ മൂടുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുട്ട് ഭൂമി അങ്ങനെ മൂടിക്കളയുകയാണ്. രാത്രി ഭൂമി അങ്ങനെ മൂടിക്കളയുകയാണ്, അത് പൂർണ്ണമായി ഇരുട്ടായി തീർക്കുകയാണ്. ആ രാത്രിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുക വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രിയെ തന്നെയാണ് സത്യം, അത് അതിനെ മൂടുമ്പോൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ രാത്രിയെക്കുറിച്ചും നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതമാണ്, വലിയ അള്ളാഹുവിൻ്റെ മഹത്തരമായ ഒരു സംവിധാനമാണ്, ഒരു സൃഷ്ടിപ്പാണ് രാത്രി എന്ന് പറയുന്നത്. കാരണം ആ രാത്രിയിലാണ് ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്, മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്നത്. പകൽ
അന്തിയോളം പണിയെടുത്ത ആളുകൾക്ക് വിശ്രമിക്കാൻ സാധിക്കുന്നത് ഈ രാത്രി ഉള്ളത് കൊണ്ടാണ്. ഇതെങ്ങാനും മുഴുവൻ നേരവും ഇവിടെ വെളിച്ചമുള്ള സമയമാണെങ്കിൽ, വെളിച്ചമുള്ള അവസ്ഥയാണെങ്കിൽ പലർക്കും ഉറങ്ങാൻ സാധിക്കുകയില്ല. ഇവിടെയുള്ള മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ മുഴുവൻ നേരവും ഈ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനത്തോടുകൂടി അവർ കണ്ണടക്കാൻ സാധിക്കില്ല. വലിയ പ്രയാസം അവർക്കുണ്ടാകും. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ശരി, നമ്മൾ അടച്ചുറപ്പുള്ള മുറിയിൽ കിടക്കുമെന്ന് ചിന്തിച്ചാലും ശരി, അതിൻ്റെതായ പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കും. രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഒരു മഹത്തരമായ അള്ളാഹു താലയുടെ ഒരു സൃഷ്ടിപ്പാണ്, ഒരു പ്രതിഭാസമാണ് രാത്രി എന്നുള്ളത്. അതുകൊണ്ടാണ് രാത്രി അള്ളാഹു താല സത്യം ചെയ്യുന്നത്. വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടുമ്പോൾ, അഥവാ ഭൂമിയെ രാത്രി മൂടുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ വേറൊരു ഭാഷാപരമായ ഒരു ചർച്ച കൂടി പറയുന്നത് കാണാൻ സാധിക്കും. തൊട്ടുമുകളിൽ ആയത്തിൽ പകലിനെ പറഞ്ഞപ്പോൾ വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. ജല്ല എന്നുള്ള പദം അത് മാളിയായിട്ടാണ്, അഥവാ ഭൂതകാല ക്രിയയായിട്ടാണ് പ്രയോഗിച്ചത്, അതിനെ മൂടി എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ രാത്രി അതിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിൽ മാളിയായ അഥവാ ഭൂതകാല ക്രിയയിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്, കഴിഞ്ഞു പോയൊരു കാര്യമായിട്ട്, കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ്. എന്നാൽ രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി അതിനെ മൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. അത് ഭാഷാപരമായ ഒരു ചർച്ചയാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഭൂമിയിലുള്ള പ്രകാശം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രകാശമാണ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാകുന്ന പ്രകാശം, അത് നമുക്കതിൻ്റെ ഏതാണ്ട് കാഴ്ചകളും മറ്റുമൊക്കെ ഏതാണ്ട് സമാനമാണ്. നമ്മൾ രാവിലെ കാണുന്ന കാഴ്ചയിൽ ചൂടല്പം കൂടുമെന്നല്ലാതെ നമ്മുടെ കാഴ്ചക്ക് വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്കുണ്ടാകുന്ന ഏതാണ്ട് കാഴ്ചയൊക്കെ ഒരേപോലെ തന്നെ, ഒറ്റ ദൗവാണ്, ഒറ്റ വെളിച്ചാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്നുള്ള ആ ഭൂതകാല ക്രിയയിൽ പറഞ്ഞത്. എന്നാൽ രാത്രിയുടെ ഇരുട്ട് അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളാരിയായ ക്രിയ കൊണ്ടാണ്, അഥവാ വർത്തമാന ക്രിയ കൊണ്ടാണ്. പ്രസന്റ് ടെൻസ് പറയുന്ന രീതിയിലാണ് പറഞ്ഞത്, നടന്നുകൊണ്ടേയിരിക്കുന്നത്, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയുടെ ഇരുട്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പഠിച്ചാൽ പലതരത്തിലുള്ള ഇരുട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തിൽ ഉണ്ടാകുന്ന ഡസ്ക് എന്ന് പറയുന്നത്, ആദ്യത്തിൽ ഉണ്ടാകുന്ന സൂര്യൻ അസ്തമിച്ചുടനെ ഇരുട്ടിനാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് അത് പല രൂപത്തിലുള്ള പേരുകളുണ്ട്, ഓരോ ഇരുട്ടും ഓരോ തരത്തിലാണ്. ഏറ്റവും അർദ്ധരാത്രിയിലാണ് കൂരിരുട്ടുണ്ടാകുന്നത്. പിന്നീട് അത് നേർത്ത വെളിച്ചമുള്ള രാത്രി ഉണ്ടാകുന്നു. അങ്ങനെ പല മാറ്റങ്ങൾ രാത്രിയിലെ ഇരുട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടുമ്പോൾ എന്ന രൂപത്തിൽ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കുക. അതിനുശേഷം അല്ലാഹു തആല പറയുന്നത് വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച രീതിയും തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ച് ഈ ആകാശത്തിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വമാ ബനാഹ, അതിനെ ഉപയോഗിച്ച് അതിനെ സ്ഥാപിച്ച രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ തഫ്സീറിൽ ഒരു തഫ്സീറാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് വമാ ബനാഹ എന്ന് പറയുന്ന ആ മാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മാ അൽ മൗസൂലയാണ്, അഥവാ അങ്ങനെയുള്ളതായ വല്ലദീ ബനാഹ, അഥവാ അതിനെ സൃഷ്ടിച്ചവനായ ഒരുവൻ, അവനെ തന്നെയാണ് സത്യം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആകാശത്തെ കൊണ്ടും തുടർന്ന് അവനെ കൊണ്ടും തന്നെയാണ് സത്യം. അള്ളാഹു അവനെ തന്നെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. ആകാശം തന്നെയാണ് സത്യം, അതിനെ പടച്ചവനും തന്നെയാണ് സത്യം എന്നാണ് അതിനുള്ള ഒരു തഫ്സീർ. ചിലപ്പോൾ മലയാള പരിഭാഷകളിൽ ഈ ഒരു തഫ്സീർ കണ്ടുകൊള്ളുന്നില്ല. നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, യഹ്തമിലു അന്ന മാ മൗസൂല ഫയകൂനു ലിഖ്സാം ബിസ്സമാഇ വ ബാനീഹ വഹുവ അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ കൊണ്ടും അതിനെ പടച്ചവനെ കൊണ്ടും സംവിധാനിച്ചവനെ കൊണ്ടുമാണ് സത്യം ചെയ്യുന്നത്, അഥവാ അല്ലാഹു തആലയാണ്. ആകാശത്തെയും അതിനെ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയും കൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുള്ളത് എന്നാണ്. പിന്നെ നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് വയഹ്തമിലു അന്നഹ മസ്ദരിയ ഫയകൂനു ലിഖ്സാം ബിസ്സമാഇ വബുനിയാനുഹ അല്ലദി ഗായതു മാ യുഖദ്ദറു മിൻ ഇഹ്കാം വൽ ഇത്കാൻ വൽ ഇഹ്സാൻ. രണ്ടാമത് പറയുന്നത് പൊതുവെ മലയാള പരിഭാഷയിൽ നമ്മൾ കാണുന്ന അർത്ഥമാണ്, ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയും തന്നെയാണ് സത്യം എന്നാണ്. എന്താണ് ആകാശത്തെ സ്ഥാപിച്ച രീതിയിലുള്ള പ്രത്യേകതകൾ? നമ്മൾ പലപ്പോഴും ആകാശത്തെ തൊട്ട് സത്യം ചെയ്യുന്ന വിഷയത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആകാശം എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അതിൻ്റെ വലിയ അത്ഭുതത്തിൽപ്പെട്ടതാണ് അതിന് തൂണുകളില്ല എന്നുള്ളത്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം, അതിന് തൂണുകളില്ല. ഈ പറയുന്ന ചെറിയൊരു കെട്ടിടം, ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ് നമുക്കറിയാം, വളരെ ചെറുതാണ്. ഇതിൽ തന്നെ നമുക്ക് നടുവിലൊരു തൂണുണ്ട്, 4 ഭാഗത്തും ഇതിന് തൂണുകളുണ്ട്, അതിനൊപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഈ ചെറിയൊരു മേൽക്കൂര നിൽക്കുന്നത്. എന്നാൽ ആകാശത്തിൻ്റെ വലിപ്പത്രയാണ്, ഒരാൾക്കും കണക്കാക്കാൻ പറ്റാവുന്ന അതിനപ്പുറത്തേക്കാണ്, ഒരാൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതിൻ്റെ അപ്പുറത്തേക്കാണ് ആകാശത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ എവിടെയും അതിനൊരു തൂണില്ല എന്നുള്ളതാണ്.
പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ അത്ഭുതങ്ങൾ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യന്റെ കൽബ് എത്രമാത്രം അത്തരം ചിന്തകളിൽ നിന്നെല്ലാം മൂടപ്പെട്ടിരിക്കുന്നു എന്നതിന് വലിയ തെളിവാണ്. എന്തുകൊണ്ട് അവർക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? ഈ ആകാശം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെങ്ങനെ നിൽക്കുന്നത് മനുഷ്യരാരും ചിന്തിക്കുന്നില്ല. കാരണം പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുക, ജനിച്ചത് മുതലേ മുകളിൽ ആകാശം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അവൻ ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ഈ ആകാശം ഇങ്ങനെ നിൽക്കുന്നത്, താഴേക്ക് വീഴുന്നൊന്നും കാണുന്നില്ല. അത് ഒരു തൂണുമില്ല. അങ്ങനെ തൂണില്ലാത്തൊരു വസ്തു അങ്ങനെ നിൽക്കും ദുനിയാവിൽ? നമ്മൾ കാണുന്ന ബാക്കി നമ്മൾ പഠിച്ച ശാസ്ത്രവും നമ്മൾ പഠിച്ച എല്ലാ സംവിധാനങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരു തൂണില്ലാതെ നമുക്ക് ഒന്നിനെ നിർത്തിക്കാൻ പറ്റൂല, അല്ലെ? ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് അതിനൊരു സപ്പോർട്ട് കൊടുക്കാതെ ഈ നിലക്ക് നിർത്താൻ പറ്റൂല. ഇപ്പോൾ തൂണില്ലാതെ നിർത്തുന്ന പല പരിപാടിക്ക് അതിന് വേറെ പറയും, അതിന് വേറെ സംവിധാനം ഇപ്പുറത്ത് കൊടുക്കണം, അപ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ നീട്ടാൻ പറ്റുന്നത്. ഇങ്ങനെ ഒന്നും നമുക്ക് ആകാശത്തിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണുന്നതായ തൂണുകളൊന്നും ഇല്ല എന്നതിന്റെ ആ മേന്മയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് തന്നെയുണ്ട്. ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആകാശത്തിന് സംഭവിക്കുന്നില്ല. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആകാശത്തിന് എത്ര കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ എത്ര സൂക്ഷിച്ചു നോക്കിയാലും അതിലൊരു വിള്ളലുകളോ കുറവുകളോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യരുണ്ടാക്കുന്ന മേൽക്കുരകൾക്കൊക്കെ എത്രയാണ് നമുക്ക് വർഷങ്ങൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത്? അത് എത്ര പെട്ടെന്നാണ് ഇടിഞ്ഞു പോകുന്നത്, ചോർച്ചകൾ ഉണ്ടാകുന്നത്, കുറവുകൾ ഉണ്ടാകുന്നത്. ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ആകാശത്തിനില്ല എന്നുള്ളതാണ്. ആകാശം എങ്ങനെയാണോ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളത് അതേപോലെ തന്നെ ആകാശം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ അത് തുടർന്നു കൊണ്ടേയിരിക്കും ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആകാശത്തെ ചുരുട്ടുന്ന കാര്യം പറയുന്നുണ്ട്. അത്രയും കാലം ആകാശം അത് ആ നിലക്ക് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അത് നശിപ്പിക്കാനോ അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കാനോ ഒരാൾക്കും സാധിക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. ആകാശം എന്ന് പറയുന്നത്, അതിന്റെ സ്ഥാപിച്ച രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പലപ്പോഴും ആളുകൾക്ക് അത്തരം ചിന്തകൾ വരാത്തത് അവർ ഈ രൂപത്തിൽ മറ്റു പല ശാസ്ത്രീയമായ വശങ്ങളും മറ്റുമൊക്കെ പഠിച്ച് ഇത് എന്തോ വേറെന്തോ നിലക്ക് ചിന്തിക്കേണ്ടതാണ് എന്നുള്ള നിലക്കേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശേഷം അല്ലാഹു തആല പറയുന്നു വൽ അർളി വമാ തഹാഹ, ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ രീതിയും തന്നെയാണ് സത്യം എന്നാണ്. ഇവിടെ നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് വനഹു ഹാദാ ഖൗലു വൽ അർളി വമാ തഹാഹ. വൽ അർളി വമാ തഹാഹ എന്ന് പറയുന്നതും തൊട്ടുമേലെ പറഞ്ഞതുപോലുള്ള രണ്ട് തഫ്സീറും അതിന് പറയാവുന്നതാണ്. ഭൂമി തന്നെയാണ് സത്യം, വമാ തഹാഹ അഥവാ അതിനെ സംവിധാനിച്ചവൻ തന്നെയാണ് സത്യം. ഭൂമിയെയും തുടർന്ന് അതിനെ സംവിധാനിച്ചവനായ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയും അള്ളാഹു സത്യം ചെയ്ത് പറയാം. അതാണ് അതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തേത് നമ്മൾ പൊതുവെ മലയാള തഫ്സീറുകളിൽ കാണുന്ന അർത്ഥമാണ്. അഥവാ ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ അതിനെ സംവിധാനിച്ച ആ രീതിയും തന്നെയാണ് സത്യം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ആ ഭൂമിയുടെ സംവിധാനവും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇങ്ങനെ നീട്ടി തന്നിരിക്കുകയാണ്, അല്ലെ? ഭൂമിയുടെ ആകൃതി എന്താകട്ടെ അതിന് മുകളിൽ നമുക്ക് തോന്നുന്നത് പരത്തി നീട്ടിയിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. അത്രയും വിശാലമാണ് ഭൂമി എന്ന് പറയുന്നത്. മനുഷ്യർക്ക് വാസ്യയോഗ്യമാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സൃഷ്ടിച്ചിട്ടുള്ളത്. അതെങ്ങാനും എല്ലാം ചതുപ്പ് നിലമായിരുന്നെങ്കിൽ ആളുകൾ താഴ്ന്നു പോകുമായിരുന്നു. അവർക്ക് നേർക്കുനേരെ വീടുണ്ടാക്കാൻ പറ്റൂല. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ അനുഗ്രഹങ്ങളൊന്നും പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ചതുപ്പ് നിലമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ കിടന്നുറങ്ങാൻ സാധിക്കുക? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. നമ്മളിങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കും, ഇളകി കളിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ ഭൂമിയിലെല്ലാം ഉറപ്പുള്ള നിലമായിരുന്നെങ്കിൽ, നമുക്ക് കൊത്തിമാറ്റാൻ പറ്റാത്ത ഉറപ്പുള്ള നിലമായിരുന്നെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കെട്ടിടമുണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നത്? അതല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൽ വല്ലതും കുഴിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഒന്നും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള, അഥവാ ഇവിടെ മനുഷ്യർ വരാനുണ്ട്, ആ മനുഷ്യർക്ക് ജീവിക്കാനുണ്ട്, അവർക്ക് എന്ന ആവശ്യങ്ങളുണ്ട് എന്ന നിലക്കാണ് ഭൂമിയെ പടച്ചിട്ടുള്ളത് എന്നാണ്. ഇനി ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ആ ഭൂമിയിൽ കിടക്കുന്ന മരിച്ചിരിക്കുന്ന മനുഷ്യന്മാരെത്രയാണ്? കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമിക്കുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മറമാടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അതിന് വേറെ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിന് സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യനും ജീവിക്കേണ്ടതായ സ്രോതസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കകത്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഭൂമിക്കകത്താണ് നമുക്ക് വേണ്ട വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാതെ ഇല്ലായിരുന്നു ആലോചിച്ച് നോക്കും. ആകാശത്ത് വരുന്ന മഴ അത് നേർക്കുനേരെല്ലാം കടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുക? നമുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ കിണറിൽ കുഴിച്ചെടുക്കുമ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. നമ്മൾ ആർക്കാണ് നന്ദി പറയാറുള്ളത്? ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പറയാറുള്ളത്? കിണറ്റിൽ നമുക്ക് വെള്ളം കിട്ടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒഴുകി പോകാത്ത രൂപത്തിൽ അത് ചളിയായി മാറുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അതിന് ചുറ്റും ചെളിയാണ്. ഭൂമിയുടെ വെള്ളം അത് നമുക്ക് പ്യുവറായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ചുറ്റും എന്താണുള്ളത്? പാറയാണ്, ചെളിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ വെള്ളം മനുഷ്യർക്ക് കുടിക്കാൻ വളരെ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. അതിൽ മറ്റൊന്നിൻ്റെയും അംശമില്ല, മറ്റൊന്നിൻ്റെയും മറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചവർപ്പുകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വെള്ളം നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. അതേപോലെ മനുഷ്യന് വേണ്ട രൂപത്തിലുള്ള ഇന്ധനങ്ങൾ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്.
മനുഷ്യന് വേണ്ട സ്വർണവും വെള്ളിയും എല്ലാം മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഭൂമി എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ മറ്റൊരു കലവറയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ തൊട്ട് സത്യം ചെയ്യുന്നു, അതിൻ്റെ സംവിധാനിച്ച രീതിയെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ. വൽ അർളി വമാ ത്വഹാഹ. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ വമാ സവ്വാഹ, നഫ്സിനെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. വമാ സവ്വാഹ, അതിനെ സംവിധാനിച്ച രീതിയും തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. നഫ്സ് എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളും നമ്മൾ പറയാറുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ നഫ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ശരീരത്തിന് പറയപ്പെടാറുണ്ട്. ഒരു വ്യക്തിത്വത്തെ അറിയിക്കാൻ വേണ്ടി നഫ്സ് എന്ന് പറയാറുണ്ട്. അതേപോലെ നഫ്സ് എന്ന് പറഞ്ഞാൽ ചിലർ ആത്മാവാണ് എന്നൊക്കെ പരിഭാഷകളിൽ കാണാറുണ്ട്. എന്നാൽ നഫ്സ് എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റൂഹല്ല. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂഹ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ അത് പോയി, മനുഷ്യൻ ചത്തുപോകും. ആ റൂഹില്ലെങ്കിൽ മനുഷ്യൻ ജീവനില്ലാതായി പോകും. എന്നാൽ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ മനസ്സാണ്. എന്നാൽ ഈ മനസ്സെന്ന് പറയുന്നത് കൽബാണോ ഹൃദയമാണോ? അല്ല. ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഹൃദയം, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിലെന്തെങ്കിലുമൊക്കെ തൊട്ടറിഞ്ഞ് മാറ്റി മനസ്സിന്റെ ചിന്തകളൊന്നും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന കാര്യമല്ല. മനസ്സ് വേറൊരു അത്ഭുതമാണ്. മനസ്സ് വേറൊരു അത്ഭുതം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നത്. മനുഷ്യന് വേദനകളും യാതനകളും, മനുഷ്യന് സന്തോഷവും ദുഃഖവും, മനുഷ്യന് മാറി മറിയുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ഈ കൽബിലാണ്. ഈ കൽബ് എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിനെ കുറിച്ചും അതിനെ സംവിധാനിച്ച രീതിയും വമാ സവ്വാഹ, അതിനെ സംവിധാനിച്ച രീതിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങളും, മനുഷ്യനൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്, വെറുക്കാൻ പറ്റുന്നത്, അവൻ അള്ളാഹു തആലയെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഈ മനസ്സ് അത് വലിയ സംവിധാനമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, അതിനെ സംവിധാനിച്ചിരിക്കുന്നു. അതിനെയും അള്ളാഹു തആലയുടെ സത്യം ചെയ്ത് പറയാം. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സിൽ അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഇൽഹാം, മനസ്സിൽ തോന്നിപ്പിച്ചു തരുന്ന ആ കാര്യത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. മനസ്സിൽ ഒന്ന് കാര്യം ചെയ്യണം, നന്മ ചെയ്യണം, തിന്മ ചെയ്യണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടി തന്നെയാണ്. എന്നാൽ ആർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാക്കും? അത് അള്ളാഹുവിൻ്റെ നീതിയുടെ താല്പര്യം മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ആർക്കെങ്കിലും നന്മ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. ആരെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതി മാത്രമാണ്. കാരണം അള്ളാഹു ഒരു അടിമയും എന്ത് ചെയ്യുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു പടപ്പുകളോട് ഒരു തരി പോലും ദുൽമ ചെയ്യുകയില്ല. അള്ളാഹു ആരെങ്കിലുമൊക്കെ അവൻ്റെ കൽബിൽ മോശം ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് തിന്മക്ക് വേറെ സൃഷ്ടിപ്പൊന്നുമില്ല. ഒരാൾ തിന്മ ചെയ്തത് അതിനെ തിന്മയെ സൃഷ്ടിച്ചവൻ വേറൊരാളില്ല. ഇത് മജൂസികളുടെ വിശ്വാസമാണ്. തിന്മയെ സൃഷ്ടിച്ചവൻ വേറെയാണ്, നന്മയെ സൃഷ്ടിച്ചവൻ വേറെയാണ് എന്ന് മജൂസികളുടെ വിശ്വാസമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത് ഖൈറും ഷർറും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. എന്നാൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഖൈറും ഷർറും അത് സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഖൈറു മാത്രം തിരഞ്ഞെടുത്ത് റബ്ബിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുക, ആരാണ്? അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആരാണ് ഷർറിൻ്റെ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കൽബിൽ ഷർറ് നിറക്കുന്നവൻ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം അവിടെ ഒരുക്കിയിരിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അള്ളാഹു തആല പറയാൻ. എന്നിട്ട് അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയും തഖ്വയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അവന് ബോധം നൽകിയിരിക്കുകയാണ്, അത് തോന്നിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെ കൽബിൽ നന്മയും തിന്മയും ഒക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവബോധം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ആരാണ് ആ നഫ്സിനെ ഖദ് അഫ്ലഹ മൻ സക്കാഹ, പരിശുദ്ധപ്പെടുത്തിയത്? ആരാണ് അതിനെ പരിശുദ്ധമാക്കിയവൻ? അവനാണ് വിജയം കൈവരിച്ചവൻ എന്നാണ്. ആ നഫ്സിനെ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിൽ നന്മകളും തിന്മകളൊക്കെ ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാകും. പക്ഷേ നന്മകൾ മാത്രം ചെയ്ത് നഫ്സിനെ നന്നാക്കണം, പരിശുദ്ധിപ്പെടുത്തേണ്ടതുണ്ട്. ഐ തഹറ നഫ്സഹു മിനൽ ദുനൂബ്. നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയാൻ ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തഹറ നഫ്സഹു മിനൽ ദുനൂബ്, പാപങ്ങളിൽ നിന്നും മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്. വനഖാഹ മിനൽ ഉയൂബ്, എല്ലാ ന്യൂനതകളിൽ നിന്നും അതിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. വറഖാഹ ബിതാഅത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുസരണ കൊണ്ട് അതിനെ എന്താക്കുക? അതിനെ വളരെ നൈർമല്യമുള്ളതാക്കുക. വഅലാഹ ബിൽ ഇൽമി നാഫിയ വൽ അമലി സാലിഹ്, അതുപോലെ തന്നെ നല്ല അറിവ് കൊണ്ടും സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ടും അതിനെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുക, അതിനെ വളർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അത് പരിശുദ്ധമാക്കിയവനാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ്.
എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ ആരാണ്? മനിൽ മുസക്കി ഹുന, ഉലമാക്കൾ പറയുന്നു ആരാണ് ഇതിനെ പരിശുദ്ധപ്പെടുത്തിയത്? ചിലർ പറഞ്ഞു, മുഫസ്സിറുകൾ പറഞ്ഞു അത് മനുഷ്യൻ തന്നെയാണ്. അൽ ഇൻസാൻ നഫ്സ്, മനുഷ്യൻ തന്നെയാണ് അതിനെ പരിശുദ്ധപ്പെടുത്തുന്നത് എന്നുള്ളത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഹു അല്ലാഹ്, അള്ളാഹുവാണ് എന്നാണ്. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖദ് അഫ്ലഹ മൻ സക്കല്ലാഹ നഫ്സഹ, ആരാണ് വിജയിച്ചിരിക്കുന്നത്? ആരുടെ നഫ്സിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തിയത്, അവനാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ്. അഥവാ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഹിദായത്ത് രണ്ട് രൂപത്തിൽ നൽകിയിട്ടുണ്ട്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, എല്ലാ കാര്യങ്ങളേക്കുമുള്ള അത് നന്മ തിന്മ ഇന്നതാണ് എന്നുള്ളത് വേർതിരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് ഹിദായത്തു തൗഫീഖ്, അത് സ്വീകരിക്കാനുള്ള ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ഒരാൾക്ക് നൽകുക എന്നുള്ളതാണ്. രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ്. ആർക്കാണോ അള്ളാഹുവിന്റെ ആ ഹിദായത്ത് സ്വീകരിക്കാൻ സാധിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ ഔദാര്യം ലഭിച്ചിട്ടുള്ളവനാണ്. കാരണം അവന്റെ സ്വന്തം മികവ് കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എപ്പോഴും അവൻ നന്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഔദാര്യമാണ്. നമുക്ക് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളാരും സ്വന്തത്തിന് നമ്മൾ വലിയ ആൾക്കാരാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല. കാരണം അല്ലാഹു തആലയുടെ കയ്യിലാണ് കാര്യങ്ങൾ. അവൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം മാത്രമാണ്, അവൻ നൽകിയിട്ടുള്ള ഔദാര്യം മാത്രമാണ്. അവനെ മനസ്സിലാക്കാനും അവനെക്കുറിച്ച് പറയാനും അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ അവന് വേണ്ടി സുജൂദ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഔദാര്യമാണ്. അത് നമ്മുടെ ഹക്കൊന്നുമല്ല, നമ്മൾ പഠിച്ചുകൊണ്ട് കിട്ടി, നമ്മൾ മനസ്സിലാക്കിയത് കിട്ടി അല്ല, നമ്മൾ അതിന്റെ മാർഗങ്ങൾ മാത്രമാണ്. ഹിദായത്ത് നൽകേണ്ടവൻ അള്ളാഹുവാണ്. കാരണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ഈ ഖുർആൻ കേട്ടിട്ടും ഈ ഹദീസുകൾ കേട്ടിട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ രാപ്പകലുകളും ഭൂമിയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കണ്ടിട്ടും അള്ളാഹുവിനെ തിരിച്ചറിയാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കുന്നില്ല. അവരുടെ ബുദ്ധിമികവ് നോക്കിയാൽ, അവരുടെ ഐക്യു ടെസ്റ്റ് പോയി നടത്തിയാൽ നമ്മളെക്കാളും എത്രയോ മുകളിലായിരിക്കും, നമ്മൾ എത്രയോ താഴെയായിരിക്കും. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹിനെ മനസ്സിലാക്കാൻ ഈ കുറഞ്ഞ ബുദ്ധിയുള്ള ദുർബലരായ നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. അഥവാ ഈ പറഞ്ഞു വന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്തുന്നവൻ അത് അള്ളാഹുവാണ്, അതിനുള്ള തൗഫീഖ് നൽകുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, സബബുകൾ ചെയ്യേണ്ടത് അത് മനുഷ്യരാണ്. അവൻ ശിർക്കുകളിൽ നിന്നും കുഫറുകളിൽ നിന്നും മാസിയത്തുകളിൽ നിന്നും ഒക്കെ അവന്റെ മനസ്സിനെ എന്ത് ചെയ്യണം? പരിശുദ്ധപ്പെടുത്തേണ്ടതുണ്ട്. അതിന് മാർഗങ്ങൾ അവൻ സ്വീകരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അതിന്റെ പണിയെടുക്കണം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവെ നീ എൻ്റെ നഫ്സിനെ നന്നാക്കി തരണമേ, അള്ളാഹു നഫ്സിനെ പരിശുദ്ധപ്പെടുത്തണമേ എന്നുള്ളത് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഷിർക്കിന്റെ മാർഗങ്ങളിൽ നമ്മൾ അകലം മാറി നിൽക്കേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. മാസിയത്തുകളുടെ തിന്മകളുടെ മാർഗങ്ങളിൽ നിന്നും അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അതിനെ പരിശുദ്ധിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ ഖദ് അഫ്ലഹ്, അവനാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
ശേഷം റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നഷ്ടക്കാരനായി തീർന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഥവാ മനസ്സിനെ കളങ്കപ്പെടുത്തിയവൻ, ഷിർക്ക് കൊണ്ടും മഅസിയത്തുകൾ കൊണ്ടുമൊക്കെ തിന്മകൾ കൊണ്ടുമൊക്കെ ഒരാൾ മനസ്സിനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പരാജയം അനുഭവിച്ചിരിക്കുന്നത്. അവനാണ് അതിനെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി തീർന്നിരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ മൻ ദസ്സാഹ, ദസ്സ എന്ന് പറയുന്ന വാക്കിനർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖ്ഫ ഖൈറഹ ബിശ്ശിർകി വൽ മആസി എന്ന, ഷിർക്ക് കൊണ്ടും മഅസിയത്തുകൾ കൊണ്ടും മനസ്സിൻ്റെ ഖൈറിനെ മൂടി വെച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിന് ഒരുപാട് ഖൈറുണ്ട്, മനസ്സിൻ്റെ പ്രകൃതം അത് ഖൈറുള്ളതാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യാണ്? തിന്മകൾ കൊണ്ടും അതേപോലെ തന്നെ ഷിർക്കുകളും തുടങ്ങിയ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അതിനെ മൂടി വച്ചിരിക്കുകയാണ് എന്നാണ്. ഈ ദസ്സ എന്ന് പറയുന്ന വാചകം അത് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു കിണർ അതിനെ മണ്ണിട്ട് മൂടുന്നതിന് ദസ്സ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പം അതേപോലെ മനസ്സിനെ അങ്ങ് മൂടുകയാണ്, തിന്മകൾ കൊണ്ട് അതിനെ മൂടുകയാണ്. അത് നമ്മൾ മലയാളത്തിൽ കളങ്കപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം അല്പം നമുക്ക് ചിലപ്പോൾ ചോർന്നു പോയേക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മകൾ കൊണ്ട് അതിനെ മൂടുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖദ് ഖസിറ മൻ ദസ്സ നഫ്സഹു ഫി ജാനിബിൽ മുഅ്മിനീൻ വലൈസ മിൻഹും. ചില ആളുകൾ മുഅ്മിനീങ്ങളുടെ ഇടയിൽ മുഅ്മിനീങ്ങളെ പോലെ അഭിനയിക്കും, പക്ഷെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല. അവരുടെ മനസ്സിനെ അവൻ വേറെ നിലക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സ് വേറെയാണ്. മുഅ്മിനീങ്ങളുടെ കോലത്തിൽ അവൻ മുന്നിൽ ഉണ്ടാകുമെന്നാണ്. ആരാണത്? മുനാഫിക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾ അതിൻ്റെ തലവന്മാരാണ്. എല്ലാ കാലത്തും മുനാഫിക്കുകൾ ഉണ്ടാകും. കോലത്തിൽ മാത്രം മുസ്ലിമായിരിക്കും, പക്ഷേ ഇസ്ലാമിനോടോ ഈമാനിനോടോ യാതൊരു താല്പര്യം അവനുണ്ടാവുകയില്ല. കേവലം ഭൗതികമായ ചില ഉപകാരങ്ങൾക്ക് മാത്രം ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിൽക്കുന്ന മുനാഫിക്കുകൾ ഉണ്ടാകും. അത് അക്കദിയായ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള മുനാഫിക്കുകൾ അതെല്ലാ കാലത്തും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടെങ്കിൽ അതെല്ലാ കാലത്തും ഉണ്ടാകും. നമ്മൾ ഭയപ്പെടണം അത്തരക്കാരായ ആളുകൾ. കാരണം അവരാണ് സമുദായത്തിന് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്ന ആളുകൾ. പുറത്തുള്ള മറ്റ് ഇതര മതസ്ഥരെക്കാളും മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ദോഷമുണ്ടാക്കുന്നത് ഇത്തരം മുനാഫിക്കുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പം ആ മുനാഫിക്കുകളാണ് ഇത് എന്ന അഭിപ്രായം കാണാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മുഅ്മിനീങ്ങൾ തന്നെ ആവാം, മുവഹിദുകൾ തന്നെ ആവാം. അവർ ബാഹ്യമായിട്ട് സാലിഹുൽ വാഹിർ ഫാസിദുൽ ബാത്തിൻ, പുറത്ത് നല്ലതാണ് പക്ഷെ ഉള്ള് വളരെ മോശമാണ് എന്നാണ് പറയുന്നത്. അത് അവരുടെ കൽബിനെ അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. അവർ കൽബിനെ വേറൊരു നിലക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. ആളുകളുടെ മുന്നിൽ അവർ സാലിഹീങ്ങളായി ഉണ്ടാകും, പക്ഷേ അവർ മോശക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അത്തരക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ ഗൗരവത്തിൽ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്നതായ ഒരു വാക്കാണ് അത് ഖാബ മൻ ദസ്സാഹ. തിന്മകൾ കൊണ്ട്, ശിർക്ക് ബിദ്അത്തുകൾ കൊണ്ട് മനസ്സിനെ മലീമസപ്പെടുത്തിയവൻ, കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, നിർഭാഗ്യവാനായി തീർന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ശേഷമുള്ള ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി ധിക്കാരമൂത്ത് നിഷേധിച്ച് തള്ളിയ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫജറിൽ നമ്മളത് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് സൂറത്തുൻ നംലിലും മറ്റുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രം, അവർക്കിടയിലുള്ള സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? കദ്ദബത് സമൂദ് ബിത്തഗ്വാഹ. സമൂദ് ഗോത്രം അതിൻ്റെ ധിക്കാരം മൂലം, തുഗ്യാൻ കാരണത്താൽ സത്യത്തെ നിഷേധിച്ച് തള്ളുകയുണ്ടായി എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ സത്യമായ അമ്പിയാക്കളെല്ലാം ഏത് സത്യം കൊണ്ടാണ് അവരുടെ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത്? അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം,
നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹങ്ങളെയും ഈ കാണുന്ന പുണ്യ പുരുഷന്മാരെയും സകലരെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും അമ്പിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കൾ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തെ അവരെന്ത് ചെയ്യുകയാണ്? നിഷേധിച്ച് തള്ളുകയാണ്. ബിത്തഖ്വാഹ, അവരുടെ എന്ത് കാരണത്താലാണ്? ധിക്കാരം കാരണത്താലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ അവരുടെ ധിക്കാരം എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ നിരാകരിച്ച് കളയുക എന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കാതെ അതിൽ കിബർ കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട്, പരിധി വിട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? അവർ ഈ നബിയെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ നിഷേധിച്ച് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇദിൻ ബഅസ അഷ്ഖാഹ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടതയുള്ളവൻ ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭം. ഇംബഅസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരുങ്ങി പുറപ്പെടുക, ചാടി പുറപ്പെടുക എന്നുള്ളതാണ്. അഷ്ഖാഹ, അവരുടെ കൂട്ടത്തിൽ എല്ലാവരും നിർഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെക്കാൾ നിർഭാഗ്യവാന്മാരായ ആരാണുള്ളത്? അതിലേറ്റവും നിർഭാഗ്യവാനാണ് ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി ചാടി പുറപ്പെട്ടിട്ടുള്ളത്. ഏതു കാര്യത്തിനു വേണ്ടി? ആ ചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം എന്നോണം ഒരൊട്ടകത്തെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒട്ടകത്തിന് എന്ത് ചെയ്യണം? അതിനെ കൊല്ലാനോ ഉപദ്രവിക്കാൻ പോലും പാടില്ല എന്ന് അവരോട് പറഞ്ഞതാണ്. എന്നിട്ട് ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനായി അവർക്കൊരു ജലസ്രോതസ്സുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം എടുക്കാം, ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ നിങ്ങൾ നൽകണം, ഒട്ടകത്തിന്റെ പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിനൊരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ആദ്യമൊക്കെ അവർ അംഗീകരിച്ചു ജീവിച്ചിരുന്നു. അഥവാ ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം കൊടുക്കും, ഒരു ദിവസം ഇവർക്ക് വെള്ളം എടുക്കും, എല്ലാവർക്കും ഒരുമിച്ച് വെള്ളം എടുക്കാൻ സാധിക്കുകയില്ല. ആ നിലക്ക് അവർ ജീവിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ ചിന്തിച്ചു, എന്തിന് ഇത് അംഗീകരിക്കണം? ഈ ഒട്ടകത്തെ അങ്ങ് അറുത്ത് കളഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാ ദിവസവും വെള്ളം എടുക്കാം, നമ്മളെന്തിനിങ്ങനെ കഷ്ടപ്പെടണം, നമ്മളെന്തിന് പ്രയാസപ്പെടണം എന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിനെ അറുത്തുകളയാണ് ചെയ്തിരുന്നത്. അവർ ഒട്ടകത്തിന് അറുത്തു കളഞ്ഞു. അല്ലാഹു തആലയുടെ അനുഗ്രഹത്തെ നിഷേധിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു? ആ ഒട്ടകത്തിന്റെ പാല് നൽകിയിട്ടുണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഈ രൂപത്തിലാണ് മനുഷ്യന്മാരുടെ എല്ലാ അവസ്ഥയും. നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കി, ഒട്ടകം എന്താണ്? ഒട്ടകത്തെ അറുക്കുക എന്ന് പറഞ്ഞത് അവർക്ക് ഒന്ന് അറുക്കാതിരുന്നാൽ പോരെ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അവരുടെ ശിക്ഷ, അതിനുശേഷമുള്ള ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കാരണം ഘോര ശബ്ദത്തോടു കൂടിയുള്ള വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് അവർ മുഴുവൻ ആളുകളും മരിച്ചുപോയിട്ടുള്ളത്, മുഴുവൻ ആളുകളും ചത്തുപോയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒട്ടകത്തെ വെറുതെ വിട്ടാൽ പോരായിരുന്നു? എത്ര നിസ്സാരമായ പരീക്ഷണമാണ് എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും. യഥാർത്ഥത്തിൽ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിലക്കുള്ള എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹു തആല പലതും നമ്മോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നെ ഉപദ്രവമുള്ള കാര്യമാണ്. ഒരുപാട് ഹൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി നൽകിയിട്ട് ചില കാര്യം മാത്രമാണ് നിഷിദ്ധാക്കിയിട്ടുള്ളത്. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി നോക്കണം, മനുഷ്യന്റെ വിവരക്കേട് നോക്കണം, അവൻ ആ ഹറാമിന്റെ പിന്നെ തന്നെ പോകും. അല്ലാഹു തആല പാനീയങ്ങളൊക്കെ നമുക്ക് ഹലാലാക്കി നൽകി. പാല് നൽകി, തേന് നൽകി, വ്യത്യസ്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അതിൻ്റെ പഴച്ചാറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമാക്കി നൽകി. അതെല്ലാം എത്ര രുചികരമായ കാര്യമാണ്, എത്ര ആസ്വാദികരമായി മനുഷ്യൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന, അവൻ്റെ ശരീരത്തിന് ഗുണമായി മാറുന്ന കാര്യമാണ്. പക്ഷെ മനുഷ്യൻ പിന്നാലെ പോകുന്ന ലഹരിക്ക് പിന്നാലെയാണ്. അവന് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന ലഹരിക്ക് പിന്നാലെയാണ് അത് പോകുന്നത്. എന്താണോ ചെയ്യണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ പിന്നാലെ ആയിരിക്കും മനുഷ്യൻ പോവുക. അപ്പം നമുക്ക് തോന്നുന്നത് ഒട്ടകത്തെ അറുക്കരുത്, ഒട്ടകത്തെ അറുക്കാൻ തന്നെ പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന ആൾ അതിൻ്റെ പിന്നാലെയാണ് പോവുക. അല്ലാഹു തആല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം നിശ്ചയിച്ചു തന്നു. 1, 2, 3, 4 വരെ നിങ്ങൾക്ക് വിവാഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകി. പക്ഷേ ആളുകൾ വ്യഭിചാരത്തിന്റെ പിന്നിലേക്കായിരിക്കും പോവുക. ഏത് കാര്യത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള ഹലാലുകൾ അനുവദനീയമായ കാര്യമാണ് മുഴുവനായിട്ട് നമുക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് വളരെ കുറവാണ്. ആ കാര്യങ്ങളാകട്ടെ നമുക്ക് ഉപദ്രവകരമായി തീരുന്ന കാര്യവുമാണ്. എന്നാൽ പോലും വിഡ്ഢിയായിട്ടുള്ള മനുഷ്യൻ അതിൻ്റെ പിന്നാലെ തന്നെ പോകും. അതിൻ്റെ അഹങ്കാരം, അവൻ്റെ ദേഹേച്ഛകൾക്ക് അവൻ നൽകുന്ന പ്രാധാന്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുപോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം സഹോദരങ്ങളെ മനുഷ്യനെ പലപ്പോഴും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകാൻ കാരണമാക്കാറുണ്ട്. സമൂദ് ഗോത്രവും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ നൽകിയ പരീക്ഷണം, ആ ഒട്ടകത്തിന്റെ കാര്യത്തിലുള്ള പരീക്ഷണം, അതിനെ തൊട്ടുപോകരുത്, അതിനടുത്തു പോകരുത് എന്ന് പറഞ്ഞ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പന അവർ എന്ത് ചെയ്തില്ല? അനുസരിച്ചിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, മനുഷ്യരെ, ഇത് അല്ലാഹു തആലയുടെ നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകമാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞ ഷറഫുള്ള ഒട്ടകമാണ്, അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫദറൂഹ, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. തഅകുൽ ഫി അർദില്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അത് കഴിച്ച് അതങ്ങ് ജീവിച്ചോട്ടെ. വലാ തമസ്സൂഹാ ബിസൂ, അതിനൊരു ഉപദ്രവം നിങ്ങൾ ഏൽപ്പിക്കരുത്. ഫയഖുദകും അദാബുൻ ഖരീബ്, അവർക്ക് ശിക്ഷയുടെ താക്കീതും നൽകിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഉപദ്രവിക്കരുത് മാത്രമല്ല, അങ്ങ് ഉപദ്രവിച്ചാൽ ഫയഖുദകും അദാബുൻ ഖരീബ്, ഉടനെ തന്നെ നിങ്ങൾക്ക് ശിക്ഷ വരും.
എന്ന് പറഞ്ഞിട്ട് പോലും ആ മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ശിക്ഷ ലഭിക്കുമെന്ന് താക്കീത് ചെയ്തിട്ട് പോലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ പിന്നാലെ തന്നെ പോയി എന്നുള്ളത് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. ആ ചരിത്രത്തിന്റെ ചുരുങ്ങിയ ഭാഗമാണ് സൂറത്തു ശംസിൽ അല്ലാഹു തആല നൽകിയത്. ഫഖാല ലഹും റസൂലുള്ളാഹ്, അവരുടെ റസൂൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകമാണിത്. ലാ തമസ്സൂഹ ബിസൂ, നമ്മൾ നേരത്തെ കേട്ടു, അതിന് നിങ്ങൾ ഉപദ്രവം ഏൽപ്പിക്കരുത് എന്ന് കേട്ടു. വസുഖിയാഹ, അതിന്റെ വെള്ളം കൂടി അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ വെള്ളം കൂടി നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ വേറെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ദിവസം ഉണ്ടാകും, ഈ ഒട്ടകത്തിനൊരു ദിവസം ഉണ്ടാകും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരതിൽ കേട്ടില്ല എന്ന് മാത്രമല്ല, ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫകദ്ദബൂഹു, അവരെല്ലാവരും ഈ കാര്യത്തെ കളവാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാവരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയുണ്ടായി. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കേൾക്കാൻ നിന്നിട്ടില്ല. നമ്മളെന്തിന് കേൾക്കണം, നമ്മളെന്തിന്, നമ്മളെ ഇഷ്ടം എന്നവർ പറയുകയുണ്ടായി. ഫഅഖറൂഹ, അവർ അതിനെ അറുപോലെ നടത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിനു വേണ്ടി മുൻകടന്നു വന്ന വ്യക്തി, നേരത്തെ പറഞ്ഞത് ഇതിനു വേണ്ടി മുൻകടന്നു വന്ന വ്യക്തി ഖദ്ദർ ബിൻ സാലിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്ന് പ്രയോഗിച്ചത് ഈ ഒരു വ്യക്തിയാണ്. ഇയാളാണ് മുന്നോട്ട് വന്നിട്ട് അറുത്തിട്ടുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഫഅഖറൂഹ, അവരെല്ലാവരും കൂടി അതിനെ അറുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും ഉലമാക്കൾ പറയാൻ, ഒരു തെറ്റിന് വേണ്ടി എല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ, ചെയ്തത് ഒരാളാണെങ്കിലും ശിക്ഷ ലഭിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകുകയാണ്. അല്ലെ, ഒരു 10 ആൾ കൂടി ഒരാൾ അടിക്കാൻ വന്നു എന്ന് വിചാരിക്കുക, 10 ആൾ വന്ന് ഒരാൾ മർദ്ദിക്കാൻ വരികയാണ്. 9 ആളും ചിലപ്പോൾ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എതിരാളി ദുർബലനാണെങ്കിൽ 9 ആൾക്കും വെറുതെ കൈയ്യട്ടി വെക്കാം. ഒരാൾ മാത്രം അടിക്കുന്നുണ്ടാവും. ഈ 9 ആളും ഒരുമിച്ച് വന്ന് 9 ആൾക്കും സമാനമായ കുറ്റാണ് ഉണ്ടാവുക. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഉപദ്രവത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, സാക്ഷിയായിട്ടുള്ളത്, ഈ ഉപദ്രവത്തിന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കാരണം തിന്മകൾ നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കുക, അതിനെ നാവ് കൊണ്ട് എതിർക്കുക, സാധിക്കുമെങ്കിൽ കൈ കൊണ്ട് തന്നെ എതിർക്കുക, ഇത് ബാധ്യതയുള്ളതാണ്. എന്നിട്ട് അതിന് സഹകരിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരും ആ കുറ്റത്തിന് കാരണമാകുന്നതാണ്. അതുകൊണ്ടാണ് തിന്മകൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സഹകരണം അറിയിക്കാൻ നമുക്ക് കുഴപ്പമില്ല. അവിടെ അങ്ങനെയൊക്കെ തിന്മ നടന്നു, അവിടെ മദ്യസൽക്കാരം നടക്കാൻ, നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ ഭക്ഷണം മാത്രം കഴിച്ച് പോരാ. അല്ലെ, ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്, നമുക്ക് കള്ള് ഷോപ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ നല്ല ഭക്ഷണം മാത്രം കഴിച്ചാൽ അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളൊന്നും കുടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അള്ളാഹുവിന് വെറുപ്പുള്ളതായ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് അതിനെ എതിർക്കാനോ മനസ്സുകൊണ്ട് പോലും വെറുക്കാതെയാണ് ആളുകൾ അവിടെ പോയിട്ട് അത്തരം ഹറാമുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പങ്കുചേരുന്നത് എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ അവിടെ പൊടുന്ന അങ്ങനെ ഒരു ശിക്ഷ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളും അതിന്റെ ഭാഗവാക്കായി തീരുമെന്നുള്ളത് വലിയ പ്രത്യാഘാതമാണ്. അതുകൊണ്ട് അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അറുത്തത് ഒരാളാണെങ്കിലും അല്ലാഹു തആല പറഞ്ഞത് ഫഅഖറൂഹ എന്നാണ്, അവരെല്ലാവരും കൂടി അതിനെ അറുത്തു എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവരുടെയും പ്രതിനിധിയായിരുന്നു അയാൾ എന്നുള്ളതാണ്. എല്ലാവരുടെയും ചിന്തയും എല്ലാവരുടെയും നീയത്തും അത് തന്നെയാണ്, എല്ലാവരുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഈ ഉപദ്രവം ചെയ്യാൻ, ഈ അറുപോലെ ചെയ്യുക എന്നുള്ളതാണ്, ഒട്ടകത്തെ കൊല്ലുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടായി. അതാണ് ശേഷം പറയുന്നത് ഫദംദമ അലൈഹിം റബ്ബുഹും, അല്ലാഹുവിന്റെ ശിക്ഷ അവർക്കുമേൽ എല്ലാവർക്കും ഉണ്ടായി എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ സമൂലനാശം വരുത്തി എന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ശിക്ഷ എല്ലാവർക്കും ഉണ്ടായി, ഒരാളും ബാക്കിയായിട്ടില്ല. ആ ചെയ്ത വ്യക്തിയെ മാത്രം അല്ലാഹു തആല ശിക്ഷിക്കുകയല്ല. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ പാപനിമിത്തത്താലാണ് അല്ലാഹു തആല ഭൂമിയിൽ ആളുകളെ ശിക്ഷിക്കുന്നത്. അവരുടെ പാപങ്ങൾ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആളുകളെ ശിക്ഷിക്കുന്നത് ബിദംബിഹിം, അവരുടെ പാപങ്ങൾ കാരണത്താലാണ്. ഫസവ്വാഹ, അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം സമമാക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ശിക്ഷയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ശിക്ഷയുടെ കാര്യത്തിൽ ഒരേപോലെ തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. വലാ യഖാഫു ഉഖ്ബാഹ, അതിന്റെ അനന്തരഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടിരുന്നില്ല എന്നാണ്. അഥവാ ഇവരെ ശിക്ഷിച്ചത് കൊണ്ട് അല്ലാഹു തആലക്കൊന്നും ഒരു പ്രയാസമില്ല, അള്ളാഹ് കാര്യം ഭയപ്പെടാനില്ല. ഈ പറയുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു നശിപ്പിച്ചു, അതിൻ്റെ ഭയം അള്ളാഹു താലക്കില്ല. അവരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞത് വലാ യഖാഫു ഉഖ്ബാഹ എന്ന് പറയുന്ന ആ ഭയം അത് നേരത്തെ പറഞ്ഞ ഈ വ്യക്തിയെ കുറിച്ചിട്ടാണ്. അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെക്കുറിച്ചിട്ടൊന്നും ഭയപ്പെടാതെ അവൻ എന്ത് ചെയ്തു, തിന്മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അഷ്ഖാഹ, അവരിൽ ഏറ്റവും ദൗർഭാഗ്യവാനായ അയാൾ അതിനുവേണ്ടി ഒരു ചാടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. അവനാണ് ശേഷമുള്ള പര്യവസാനത്തെക്കുറിച്ച് ഭയപ്പെടാതിരുന്നത് എന്നും ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ
മനസ്സിലാവുന്നത് അള്ളാഹു താലയെക്കുറിച്ച് തന്നെയാണ്. വലാ യഖാഫു ഉഖ്ബാഹ, അതിൻ്റെ അനന്തരഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ഭയപ്പെടുന്നില്ല എന്നാണ്. കാരണം പരമാധികാരിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ അധികാരത്തിൽ നിന്നും ഒന്നും ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഒരാളുടെയും ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതോടുകൂടി ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സൂറത്തിൽ പറഞ്ഞ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം, അള്ളാഹു തആല ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയോ അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ കാര്യം തസ്കിയത്തുൻ നഫ്സ് നമ്മളെപ്പോഴും ആവർത്തിച്ച് നമ്മൾ പരിഗണന നൽകേണ്ട കാര്യമാണ്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള രൂപം എത്രമാത്രം നമ്മൾ പരിഗണിക്കുന്നുവോ, നമ്മുടെ മുടി നന്നാക്കാൻ, നമ്മുടെ തൊലിവെളുപ്പ് നന്നാക്കാൻ, നമ്മൾ മുഖത്ത് മറ്റേ ആളുകൾ കാണുന്ന സമയത്ത് ഭംഗിയുള്ള രൂപത്തിൽ അതിനെ സംവിധാനിക്കാൻ, ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടി പരിശ്രമം നമ്മുടെ ഖൽബിനെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം ഖൽബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള നോട്ടസ്ഥാനമാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവും കാണുന്നുണ്ട്, പടപ്പുകളും കാണുന്നുണ്ട്. ഖൽബ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മളെപ്പോഴും പരിശുദ്ധപ്പെടുത്തേണ്ടതുണ്ട്. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസപ്പെടുത്തിയ ശിർക്കുകൾ കൊണ്ട്, ബിദ്അത്തുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് അതിനെ മലീമസപ്പെടുത്തിയ, കളങ്കപ്പെടുത്തിയ ആളുകൾ പരാജിതരായിരിക്കുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു തആലയുടെ മഗ്ഫിറത്ത് കൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.